ആണുങ്ങൾ ഒരുങ്ങിയ പെണ്ണുങ്ങളിന് സുന്ദരിയായിട്ടുണ്ട്. അല്ല, സുന്ദരനും സുന്ദരി. ഹായ് ഡിയേഴ്സ്, നമ്മളിന്നുള്ളത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. ഇവിടെ ചവറയിലുള്ള ദേശീയപാതയ്ക്ക് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അതിപ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളിന്നുള്ളത്. അതായത് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. ഇവിടുത്തെ പ്രത്യേകതയാണ് ഈ ചമയവിളക്ക് മഹോത്സവം എന്ന് പറയുന്നത്. വളരെ വിശിഷ്ടമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതായത് പുരുഷന്മാരായ ആളുകൾ നേർച്ചയിലൂടെ സ്ത്രീവേഷം ധരിച്ച് ചമയവിളക്കെടുത്ത് അവരുടെ അഭീഷ്ട കാര്യസിദ്ധി നേടുന്നതിനും പിന്നെ ദേവിക്ക് സമർപ്പിക്കുന്നതിനും നേർച്ചയായിട്ട് അവർ വ്രതമെടുത്ത് ഈ വിളക്ക് ഏന്തുന്ന ഒരു ദിവസമാണിത്. മീനമാസത്തിലെ 10ഉം 11ഉം നാളുകളിലാണ് ഈ ചടങ്ങ് ഇവിടെ ഓരോ വർഷവും ആചരിച്ചു പോരുന്നത്. ഇവിടെ 10 ദിവസം ഉത്സവമായിരിക്കും. അതിനോടനുബന്ധിച്ചാണ് ഈ ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നത്. കണ്ണിനും കാതിനും എല്ലാവർക്കും എത്ര കണ്ടാലും മതി വരാത്ത അതിമനോഹരമായ കാഴ്ചകളാണ്. സ്ത്രീകളെ വെല്ലുന്ന സൗന്ദര്യത്തോടു കൂടി പുരുഷാങ്കനന്മാർ അണിഞ്ഞൊരുങ്ങി വരുന്നത് കാണുമ്പോൾ ശരിക്കും സ്ത്രീകൾ വരെ അസൂയയോട് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആൺമക്കളെ പെൺകുട്ടികളാക്കിയും ഭർത്താക്കന്മാരെ യുവതികളാക്കിയും വിളക്കെടുപ്പിക്കുന്നു. പ്രായഭേദമില്ലാതെ ആർക്കും ഏതൊരു പുരുഷനും ഇവിടെ വന്ന് വിളക്കെടുക്കാവുന്നതാണ്. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ദുർഗാ ഭഗവതിയാണ് പ്രധാന പ്രതിഷ്ഠ. എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ആൺകുട്ടികളുടെ മനസ്സിലുള്ളിൻ്റെ ഉള്ളിലൊരു മോഹമുണ്ട്. പെണ്ണായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്. താങ്ക് യു. ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്. എൻ്റെ അനിയത്തിയെ പോലെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്, സിനിമാ നടിനെ പോലെ. ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ വെറുതെ ഫോട്ടോ നിങ്ങൾ റെഡി ആക്കി വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾ ഒരുങ്ങിയ പെണ്ണുങ്ങൾ പിന്നെ പുറകെ പോകും. അത്രേ ഉള്ളൂ. ശരിക്കും ഞങ്ങളൊക്കെ ഒരുങ്ങിയിട്ട് ഇന്ന് പകുതി പോലും വരില്ല. നല്ല രസമുണ്ട്, നന്നായിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ഭാഗമായിട്ടല്ലേ വിളക്കെടുക്കുന്നത്? വ്രതം എടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ? എത്ര വർഷം എടുക്കുന്നത്? ഇന്ന് എന്റെ ഫസ്റ്റ് ടൈമാണ്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പം എപ്പോഴും ആഗ്രഹം ഉണ്ടെന്ന് എടുക്കണം എന്നുള്ളത് ഈ പ്രാവശ്യമാണ് സാധിച്ചത്. താങ്ക് യു. ഗണപതി, പരമശിവൻ, ശ്രീധർമ്മശാസ്താവ്, മാടൻ ഭഗവാൻ, നാഗരാജാവ്, യക്ഷിയമ്മ ഇവയാണ് ക്ഷേത്രത്തിലെ മറ്റു ഉപദേവതാ പ്രതിഷ്ഠകൾ. കൊറ്റൻ നിവേദ്യമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട്. നല്ല ചിരി. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. തേരാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. ക്ഷേത്രത്തിന് പ്രദക്ഷിണം വഹിക്കുകയാണ് ഈ കാണുന്നത്. എന്റെ പേര് അജിതേഷ്. എവിടെ പഠിക്കുന്നത്? സ്കൂളിലാണ്. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോ എടുക്കുന്ന കാര്യം? സർപ്രൈസ് ആണ് എല്ലാവരും. ആദ്യമായിട്ടാണോ? എന്ത് വിശ്വാസമാണ് ഇവിടെ ഈ വേഷം ധരിച്ചു വരുമ്പോൾ? എന്താണ് വിശ്വാസം? ഇവര് അമ്മയുടെ പ്രാർത്ഥിച്ചതിന് ശേഷം ആയതായിരുന്നു. അച്ഛനെടുത്തിട്ടുണ്ട്. ഇപ്പൊ ആദ്യമായിട്ട് മക്കളെടുക്കും. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്.
എത്രാമത്തെ തവണയാണ് ഈ സ്ത്രീ വേഷം ധരിച്ചു? ആദ്യത്തവണ. ഇങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യം ഉദ്ദേശിച്ച് നടക്കുന്നതാണോ? ഇങ്ങനെ വിശ്വാസം എങ്ങനെ? ആ വിശ്വാസം എന്ന് പറയാം. എല്ലാം ബംഗാളികളല്ലേ ഉള്ളല്ലേ? ഒരു ഹിന്ദി ലുക്ക് ഹിന്ദിക്കാരുടെ മോഡൽ ഒരുക്കി നോക്കിയതാ. അത് ശരി, നന്നായിട്ടുണ്ട്. എറണാകുളം. ഞാൻ ചങ്ങനാശ്ശേരിയാണ്. അത് ശരി. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം വന്ന് എത്ര വർഷം എടുക്കുന്നു? 10-30 കൊല്ലത്തിനുള്ളിലായിട്ടുണ്ട്. എടുക്കുന്നതോ? കൊറോണ കഴിഞ്ഞ പിന്നെ 2 കൊല്ലം എടുക്കാത്തത്. 30 വർഷമായിട്ട് എടുക്കുന്ന ആളാണ്. എനിക്ക് വയസ്സ് 47 ഉള്ളൂ. ചെറുതിലേ തൊട്ട് എടുക്കുന്നുണ്ട്. നല്ല കാര്യം, നന്നായിട്ട് പോട്ടെ. രശ്മി, എന്റെ ചാനൽ ഹാപ്പി ജേണി രശ്മി. അയ്യോ, ഞാനൊന്നും കൊണ്ടുവന്നില്ല. അടുത്ത വർഷം എന്തായാലും ഓർക്കാം. അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടായില്ല. ഓർമ്മിപ്പിച്ച നന്നായി. അടുത്ത വർഷം കൊണ്ടുവരാം. എത്ര നാളായി എടുക്കുന്നു? ഫസ്റ്റ് ആണോ? അല്ല, 4ാമത്തെ വർഷം. 4ാമത്തെ വർഷമാണ്. പേരെന്താ? പേരമ്പൽ. പഠിക്കണോ? അല്ല, വർക്ക് ചെയ്യാണ്. പെരിന്തൽമണ്ണയിൽ ഒരു നഴ്സിംഗ് കോളേജിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. നല്ല സുന്ദരിയായിട്ട് കൊതിയാവുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. ആരോ ഒരിക്കത് ആറ്റിങ്ങിലുള്ള ഒരു ബ്യൂട്ടി പാർലർ, ശ്രീലത ശ്രീസിക്ക്. എനിക്ക് കിട്ടിയില്ല. സമയവിളക്കുമായി മാത്രമേ ക്ഷേത്രത്തിൽ ദർശനം നടത്താവൂ എന്ന് പ്രത്യേകം നിർദ്ദേശിക്കുന്നു. സമയവിളക്കിൽ ഉത്സവ സമിതി ആവശ്യപ്പെട്ട് സമയവിളക്ക് ഇവിടെ വലിയൊരു ക്ഷേത്രക്കുളമുണ്ട്. ഇതാ നമ്മുടെ പുരുഷാംഗനമാരൊക്കെ ക്ഷീണിച്ച് അവിടെ ഇവിടെയൊക്കെ കുളക്കരയിലിരിക്കണുണ്ടോ. വിളക്കൊക്കെ ഏന്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നവരൊക്കെ അവിടെ വിശ്രമിക്കുകയാണ്. ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ഒരു ഐതിഹ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കുരുത്തോല കെട്ടിയിട്ടുള്ള ഈ പന്തൽ ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാ വർഷവും ഈ ഉത്സവത്തിന് ഇതുപോലെ കുരുത്തോല പന്തൽ ചെയ്ത് വയ്ക്കാറുണ്ട്. ഒരുപാട് ടാബ്ലോകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലും പല കാഴ്ചകളാണ് ഇവിടെയുള്ളത്. നമുക്ക് വർണ്ണമനോഹരമായ കാഴ്ചകൾ, ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ നയനമനോഹരമായ സുന്ദരികളായ പുരുഷാംഗനന്മാരുടെ കാഴ്ചകൾ, ഇങ്ങനെ പോകുന്നു ഇവിടുത്തെ ഓരോ കാര്യങ്ങളും. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പണിപ്പുരയിലാണ്. ഇവിടെയാണ് നമ്മുടെ പുരുഷാംഗനന്മാർ സ്ത്രീവേഷത്തിൽ നല്ല സുന്ദരികളൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് സിമ്പിൾ മേക്കപ്പ് എന്ന് പറയുമ്പോൾ 1500 വരുന്നത്. HD മേക്കപ്പ് നമ്മൾ ലെൻസ് ലാഷസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ 3000 രൂപയാണ് വാങ്ങുന്നത്. ഡ്രസ്സ് അവർ കൊണ്ടുവരണം. നമ്മൾ സാരി ഡ്രാപ്പ് ചെയ്ത് കൊടുക്കും, ഹെയർ സ്റ്റൈല് ചെയ്ത് കൊടുക്കും. വിഗ് അവരവർ കൊണ്ടുവരണം. വിഗ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 500 രൂപ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അതിന് റെന്റ് നമുക്ക് ബുക്ക് ചെയ്തവർക്കാണ് നമ്മൾ കൂടുതലും അത് കൊടുക്കുന്നത്. റെന്റിന് കൊടുക്കുന്നതും ഉണ്ട്. നോർമൽ മേക്കപ്പ്. ഓക്കെ. ആക്സസറീസ്, കമ്മല്, ഓർണമെന്റ്സ്, മാല, വള, അതെല്ലാം കൊണ്ടുവരണം. എല്ലാം കൊണ്ടുവരണം. എല്ലാവരും കൊണ്ടുവരണം. മേക്കപ്പ് ചെയ്ത് ഇതെല്ലാം സെറ്റാക്കി നമ്മൾ കൊടുക്കും, ഫിനിഷ് ചെയ്ത് കൊടുക്കും. കൊണ്ടുവരാം. ഓക്കെ, എല്ലാം സെറ്റാക്കി കൊടുക്കും. ഓക്കെ. തൃശ്ശൂരുകാരിയാണ്. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ
കൊല്ലം, കരുനാഗപ്പള്ളി എന്നിവയാണ്. പ്രധാന ട്രെയിനുകളെല്ലാം തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിർത്താറുണ്ട്. എറണാകുളം, കോട്ടയം ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ചവറ വഴി കടന്നു പോകുന്ന ദേശീയപാത ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നു. ധാരാളം സ്വകാര്യ ബസ്സുകൾ, KSRTC ബസ്സുകൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയപാത വഴിയുള്ള ദീർഘദൂര ബസ്സുകൾ ചവറയിൽ നിർത്താറുണ്ട്. എല്ലാവർക്കും വളരെ സൗകര്യാർത്ഥം ഇവിടെ എത്തിച്ചേരാൻ സാധ്യമാകുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും stay tuned with me. It's me, Rashmi, signing off.